നിങ്ങളുടെ ഭാഷ മലപ്പുറം സ്ലാങ് ആണല്ലോ. ഒരു സമയത്ത് ആൾക്കാർക്ക് ഇത് മനസ്സിലായി. ഇപ്പൊ നിങ്ങളുടെ സ്ഥിരം മലപ്പുറത്ത് വ്ളോഗേഴ്സും യൂട്യൂബേഴ്സും കോണ്ടന്റ് ക്രിയേറ്റേഴ്സും ആവുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവും. ഇത് നിങ്ങൾ എന്ത് കട്ടികൾ പറയാനും ഞങ്ങൾക്ക് മനസ്സിലാവും. സത്യത്തില് സൈനയോട് പറയാനുള്ള ഏറ്റവും എനിക്ക് സന്തോഷമാണ്. കാരണം ഫസ്റ്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്തൊരു ഇന്റർവ്യൂ ചെയ്ത് നമ്മളെ മനസ്സിലാക്കി കണ്ടത്. പക്ഷെ നമ്മളൊരു നിലയിലേക്ക് എത്തിച്ചത് ശരിക്കും നിങ്ങളെന്നാണ് പറയാം. അങ്ങനെ സന്തോഷം നമ്മൾ അറിയിക്കണം. പിന്നെ അതിന്റെ കമന്റിന് പറയേണ്ടിയിരുന്നു ഇത് ആരാന്നൊക്കെ. പക്ഷെ അതിന് ശേഷം വന്ന് ഇതിലൊക്കെ പിന്നെ എല്ലാവർക്കും നമ്മൾ ആരാന്ന് ഫസ്റ്റ് എത്തിച്ചു കൊടുത്തത് നിങ്ങളാണല്ലോ. പിന്നെ എനിക്ക് മനസ്സിലായി നമ്മൾ ഈ ആൾക്കാരാണ്, 10 ശുക്ർ ടീമാണ്. അതിന്റെ ശേഷം ഇവര് നല്ല വൈറലായി. അയ്യോ നമ്മൾ എടുത്തോണ്ടല്ല, അതല്ല നമ്മൾ എടുക്കണ സമയത്ത് ഇത്ര അങ്ങോട്ട് ഹൈപ്പായിട്ടില്ല. ഇല്ലടാ. പിന്നെ അതിന്റെ ശേഷം കുറെ ഭയങ്കര നല്ല നല്ല ഇന്റർവ്യൂസ് എടുത്തു, ഒന്നുകൂടെ വൈറലായി. സത്യം വന്നപ്പോ അല്ലാതെ ആള് പറയുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷം. അതിന്റെ ഇടയിലൊന്നാണെങ്കിൽ ഇനി ഒന്നുകൂടെ. പക്ഷെ അതൊരു നിങ്ങളുടെ ഒരു ഗ്രോത്ത് ഉണ്ടല്ലോ. ഇപ്പം രണ്ടുപേരും എനിക്ക് സിൽവർ ബട്ടൺ കിട്ടി, അതിന്റെ ഒരു സന്തോഷം ഒരേ 2 ചാനൽസിൽ കിട്ടുന്നു. ആൻഡ് ഈ പറഞ്ഞ പോലെ ഒരു സക്സസ് നിങ്ങൾ ഫീൽ ചെയ്യുന്നു, സിനിമയിൽ അഭിനയിക്കാൻ പറ്റുന്നു. എനിക്കൊന്നും കഴിഞ്ഞ തവണ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് സിനിമയാണ് ടോപ്പിക്, അല്ലെങ്കിൽ അഭിനയിക്കാൻ വേണ്ടി ഇത്രയും പാഷനേറ്റ് ആയിട്ട് നടന്ന ഒരാൾ. ഇപ്പൊ ഒരു ഫാമിലി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അതൊക്കെ വിട്ടിട്ട് അല്ലെങ്കിൽ അവരോട് ടൈം സ്പെൻഡ് ചെയ്യും. ഇപ്പൊ കുറെയൊക്കെ നിങ്ങൾ സാക്രിഫൈസ് ചെയ്യുന്നുണ്ടല്ലോ ഈ വീഡിയോ കോണ്ടന്റിന് വേണ്ടി തന്നെ. അപ്പൊ ഈ അഭിനയം എവിടം വരെ എത്തി, അല്ലെങ്കിൽ സിനിമ എന്ന് പറയുന്നത് എവിടം വരെ എത്തിയിട്ടുണ്ട്? ഇപ്പൊ ഏറ്റവും വലിയ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം അഭിനയിക്കുന്നത്. അതെനിക്ക് 10 ശുക്ർ കൊണ്ട് കിട്ടിയിട്ടുണ്ട്. ബോളോഗം എന്ന് പറഞ്ഞ സിനിമ ജുനൈസിക്ക സംവിധാനം ചെയ്യുന്ന ബോളാകുളം സിനിമയിൽ ഞാൻ പമ്പങ്കാട് പോയ അങ്ങനെ ഒരുപാട് ആൾക്കാർ വെച്ച് ആർട്ടിസ്റ്റുകൾ കൂടെ എനിക്ക് നല്ല റോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പം അതിനുശേഷം വന്ന് 2-3 ചാൻസ് വന്നിട്ടുണ്ട്. അത് പാത്തുമായിട്ട് തട്ടി കളഞ്ഞിട്ടുണ്ട്. അതിന് പാത്തൊരു സിനിമയിലേക്ക് അവരൊക്കെ താല്പര്യം. കാരണം അതിൽ പറയുന്നൊക്കെ 10 ശുക്ർ രണ്ടാൾ ഒരുമിച്ചുള്ള കാണുന്നതാണ്. ഈ പടത്തിലും അങ്ങനെ പറഞ്ഞില്ല. പക്ഷേ ജുനൈസിക്ക അത്രയും സപ്പോർട്ട് എനിക്ക് ആയതുകൊണ്ട്, നല്ലൊരു സുഹൃത്തും ആയതുകൊണ്ട് എനിക്ക് എൻ്റെ ക്യാരക്ടർ മാത്രം എനിക്ക് തന്നെ ഒരുമിച്ചുള്ള അതൊക്കെ ക്യാൻസൽ ചെയ്തിട്ട് ഒറ്റയ്ക്കുള്ള സിംഗിളായിട്ടുള്ള ഒക്കെയാണ് ചെയ്തത്. അന്നതൊക്കെ വേണ്ടാന്ന് വെച്ചപ്പോ അന്ന് ഉറങ്ങിയായിരുന്നോ രാത്രി? സത്യം പറയാതെ ആ വിഷയത്തെ കുറിച്ച് ഞങ്ങൾ ഒരുപാട് ഡിസ്കസ് ചെയ്താണ്. ഇപ്പൊ നല്ല പടങ്ങളെ ഇപ്പൊ ബിഗ് ബഡ്ജറ്റ് പടങ്ങളൊക്കെ നല്ല ചാൻസ് വരുന്ന സമയത്ത് അത് ശരിക്കും പാത്തു തട്ടി കളയുമ്പോൾ നമുക്ക് ശരിക്കും ടെൻഷനാണ്. അയാൾക്കതിനെ കുറിച്ച് അത്ര വലിയ ഇവ ലക്ഷ്യം ഇന്ന സ്ഥാനത്ത് എത്തിക്കുന്നതാണ്. പക്ഷെ അവളും കൂടി ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങൾ നല്ല ലെവലിലേക്ക് എത്തുള്ളൂ. അത് അയാൾ ചിന്തിക്കണില്ല. അതുപോലെ എനിക്കറിയില്ല. പിന്നെ അതുപോലെ ഇഷ്ടമാണ്. ഞമ്മ മുറിച്ച് പറയല്ലോ വിഷമം പറയാണ്. കാരണം ഞങ്ങൾ ഇതിനെ കുറിച്ച് ചർച്ച ചെയ്താണ്. ഞാനിവിടെ ഇത്ര പറഞ്ഞാണ് ഈ ചാൻസ് നമുക്ക് കിട്ടിയിട്ട് ഇത്രയും വലിയ ചാൻസ് നമുക്ക് കുറച്ച് മുമ്പ് കൊണ്ട് നിന്നിട്ട് നമ്മളത് ചെയ്യാതെ വെക്കുമ്പോൾ അവസരങ്ങൾ മുതലാക്കണ്ടേ, അത്രേ ഉള്ളൂ. പിന്നീട് തോന്നിയായിരുന്നു പാവം അത് തോന്നിയാൽ ഞാൻ ഓന്റെ ഒപ്പം പോകേണ്ടി വരും. ഇൻഷാല്ല കിട്ടിക്കോ, ചാൻസ് വരും. നമുക്കൊരു പടം കിട്ടിയില്ലേ, ഇപ്പൊ ഒരു വർഷത്തിലുള്ള നല്ലൊരു പടം നമുക്ക് ചെയ്ത് ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അൽഹംദുലില്ലാഹ് അറിഞ്ഞോ? ശരിക്കും ഇതില് ചേട്ടനാവുമ്പോ സ്ട്രിക്റ്റ് കൂടുതൽ ചേട്ടനാണോ അത് അനിയത്തിയാണോ ഏറ്റവും കൂടുതൽ സ്ട്രിക്റ്റ്? അല്ല പറഞ്ഞെടുത്താ അങ്ങനല്ല, ചേട്ടനാണോ ഒക്കെയാണോ? ഞാനേ ഈ 10 ശുക്ർ കുറച്ച് സ്ട്രോങ് ആയിരുന്നു. ഇത് കഴിഞ്ഞത് കൂടി ഇവർക്ക് തലയിൽ ചോട്ടി ഇപ്പൊ നിങ്ങൾ കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ പുറകിലൊക്കെ ആമ്പിള്ളേര് വരുന്ന സമയത്ത് അവരൊക്കെ ഓടിക്കാൻ വേണ്ടി ഹിറ്റ്ലർ മാധവൻകുട്ടി അങ്ങനെ സ്വഭാവേന് അടുത്തവരെ മൊരടൻ ഒരു ചെറിയൊരു എന്താ മൊരടൻ ഉദ്ദേശിച്ചു? കളിയും ചിരിയൊക്കെ ഉണ്ട്, പെങ്ങന്മാര് കോഴികളായ എന്താ കാട്ടെ, കോഴികളായി മാറിയത്. ചേട്ടൻ പിന്നെ ഓന്റെ കണ്ടു ഞങ്ങൾ പഠിച്ചു. ഇന്നത് കണ്ടു പഠിക്കാൻ അകത്ത് പറ്റൂല. എനിക്കൊരു അഫയർ ഉള്ളത് അത് മുളയില് നുള്ളി കല്ലിട്ട് അല്ല ഫാമിലി അറിയാൻ പാടില്ലായേ. ഇവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ അപ്പൊ തന്നെ വീട്ടിൽ പറഞ്ഞു കൊടുക്കുന്ന അങ്ങനത്തെ വിഷയമൊന്നും ഇല്ല കേട്ടോ. എല്ലാത്തിനും പക്ഷെ ചില സമയത്ത് നമുക്ക് ചോദിക്കേണ്ട കാര്യങ്ങളൊക്കെ ഒരു പേടി ഉണ്ടാവില്ല. ഞാൻ ചോദിച്ചാൽ ചീത്ത അറിയോ, അയക്കൂലേ, അങ്ങനത്തെ ഒരു ഇതല്ലേ. ഇപ്പൊ പനോടായാലും മാടായാലും ചോദിക്കുമ്പോ ഒരു ഇത് ആ ഒരു ഇത് ഇത്രയും നന്നാക്കി കൊറേ മോശമായിട്ട് പറഞ്ഞു, കുറച്ചു പൊക്കി പറഞ്ഞിരിക്കണം. പേടിക്കേണ്ടോട് പേടിക്കണ്ടേ? കഴിഞ്ഞ ആഴ്ച എന്നെ പിടിച്ച് കുത്തിടിച്ചതാണ് ആള്. സത്യത്തില് അത് എനിക്ക് എന്തിട്ടാലും പറ്റൂല. ഈ കളറ് പോരാ,
ഇതെനിക്ക് മാച്ച് ആവണില്ല. അത് 10,000 വട്ടം പോയി മാറ്റിച്ചേ. അങ്ങനല്ല, വൈഫിന്റെ ഡ്രസ്സ് സെലക്ഷൻ ചെയ്യുന്നത് എപ്പോഴും ഞാനാണ്. അയാൾ ഡ്രസ്സ് എപ്പോഴും നോക്കുന്നത് ആദ്യം അവളെ ഉമ്മയെന്ന് നോക്കിയെടുത്തു, പിന്നെ ഞാനാ നോക്കല്. എനിക്ക് അയാളെ സ്റ്റൈൽ നമുക്ക് അയാൾക്ക് ലുക്ക് പറ്റിയത് എനിക്കറിയാം. പക്ഷെ അന്ന് വന്നപ്പോൾ എനിക്ക് ഇഷ്ടമായില്ല. പക്ഷെ അയാൾക്ക് എന്തുകൊണ്ട് ഇഷ്ടമായില്ല, നമ്മൾ വീണ്ടും പറഞ്ഞു മോശമാണ്. 2 വർഷത്തെ മാറ്റി കൊടുങ്ങല്ലേ. 3ാമത്തെ ടൈമിനും പോയി. ഞാൻ പറഞ്ഞു ഞാൻ പോവില്ല. 3ാമത്തെ പ്രാവശ്യം എനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല. പക്ഷെ അത് ഇട്ടെന്ന് അടിപൊളി ലുക്ക് ഉണ്ട്. പക്ഷെ അത് പക്ഷെ ഓനത് പറഞ്ഞില്ല. ഓൻ പറഞ്ഞത് ഇഷ്ടായിട്ടില്ല. അത് ഞാൻ വേറെ ഏതോ വൈബിലായപ്പോ സമയത്തിന്റെ മുമ്പ് വന്നപ്പോൾ ഞാൻ ഇവിടെ എനിക്ക് അത്ര ഇഷ്ടമായില്ലായിരുന്നു. പക്ഷെ 2ാമത് ഇട്ട് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അന്ന് റമദാനും കൂടിയാണ്. അതിൽ എന്നെ പിടിച്ചിട്ടുണ്ട്. 1ാമത് റമദാന് ക്ഷീണം വന്ന് ഷൂട്ട് ഉണ്ടായിരുന്നു. ഇത് ഇങ്ങനെ അങ്ങോട്ട് പോവാ വരിക തന്നെ ഇങ്ങനെ മാറ്റി മറിച്ചുകൊണ്ട് ഇഷ്ടമല്ല. നിങ്ങളുടെ ലൈഫിൽ ഇപ്പൊ ഒരു ഇക്ക എന്ന് ഓർക്കുമ്പോ ഒരു സന്തോഷം തോന്നി അല്ലെങ്കിൽ ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ട് തോന്നിയ ഒരു മൊമെന്റ് ഉണ്ടോ പറയാൻ? മൊമെന്റ് എല്ലാരും എതിർത്തിട്ടും പല ഉണ്ട്. അങ്ങനത്തെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്റെ ഓർമ്മയിൽ അങ്ങനെ സപ്പോർട്ട് കൊടുത്തിട്ടില്ല. ഡ്രസ്സിങ്ങിന് ഉണ്ടായിരുന്നേ അങ്ങനെ ടോട്ടലായിട്ട് സ്വാതന്ത്ര്യം എല്ലാത്തിനും പിടിച്ചു വെക്കാൻ പോകില്ല. അത് നല്ലതാണ്. അതന്നെ അങ്ങോട്ട് പോകണ്ട അങ്ങോട്ട് വാങ്ങൊന്നും പറഞ്ഞില്ല. എല്ലാത്തിനും നല്ലത്. പക്ഷെ പോവണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിലേ മനസ്സേ നീ ഉണ്ടാവും അങ്ങോട്ട് പോയാലും ഇങ്ങനെ ഞാൻ ആദ്യം എതിർത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് എന്താ പിന്നീട് അപ്പൊ അതിന്റെ വിഷയങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, എന്തുകൊണ്ടാണെന്നുള്ളതും അതെന്താണ് സംഭവിച്ചുള്ളതൊക്കെ. ആദ്യത്തെ പറഞ്ഞില്ല മറുപടി സ്വഭാവം. ആ സ്വഭാവത്തിന് കാരണം നമുക്ക് ആണെങ്കിൽ അറിയുന്ന പോലെ പെണ്ണുങ്ങൾക്ക് അറിയില്ല പല വിഷയങ്ങളും. നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് സുഹൃത്തുക്കളായിരിക്കും ആണുങ്ങളെ, ചിലപ്പോൾ നിങ്ങൾ ഏറ്റവും അടുത്ത സുഹൃത്തായിരിക്കും നിങ്ങൾക്ക്. പക്ഷെ ആളെ കുറിച്ച് ആണിനെ അറിയുള്ളൂ. അപ്പൊ അത് പറഞ്ഞ് മനസ്സിലാക്കും, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ബാക്കി എല്ലാ കാര്യത്തിനും വൈബ് കറക്റ്റ് ആണ്. ആളുള്ള ഒരു ഡയറക്ടർ ഉണ്ടോ? ഇപ്പം സ്ക്രിപ്റ്റ് ചെയ്യണു, എഡിറ്റിംഗ്, ഡയറക്ഷൻ ഇതൊക്കെ ചെയ്യുമ്പോഴേ ഇപ്പൊ എല്ലാരും ചെയ്യുന്ന പ്രത്യേകിച്ച് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ചെയ്യുന്നത് നമ്മളെപ്പോഴും സിനിമ ഫോക്കസ് ചെയ്യും. നിങ്ങൾക്ക് സിനിമയിൽ കയറണം എന്നതാണല്ലോ ഇതിന്റെ ഒരു പ്രധാന കാരണം. നിങ്ങൾ ഈ വീഡിയോസ് ഒക്കെ ചെയ്യുന്നതിന്റെ ഒരു പ്രധാന കാരണം നല്ലൊരു പ്ലാറ്റ്ഫോം വേണമെന്നാ. അപ്പം സിനിമയൊക്കെ കിട്ടാതെ കുറച്ച് കുറയുന്ന സമയത്ത് നമുക്ക് തന്നെ ഒരു സിനിമ ചെയ്യാം. ഇപ്പൊ കുറെ പേര് അങ്ങനെ മാറ്റി ചിന്തിച്ചു തുടങ്ങി, സ്വന്തമായി സിനിമകൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ആഗ്രഹമുണ്ടോ മനസ്സിൽ ശരിക്കും? ഈ മലബാർ കോട്ടയിൽ നിന്ന് നമുക്കൊരു സിനിമ സിനിമ അപ്പോൾ ഞാനിപ്പോ കഴിഞ്ഞ കുറച്ച് ദിവസമായി വായൊക്കെ ഇറങ്ങിയപ്പോ ശരിക്കും നല്ല എഫക്ട് പറയണം. അപ്പൊ അതൊക്കെ ശരിക്കും നമുക്ക് ഞാൻ എഴുത്തുകൾ നമ്മൾ എഴുതുന്ന സമയത്ത് നമുക്ക് ഓരോ ക്യാരക്ടറിൽ ഇപ്പം സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകൾ ആരായാലും നമുക്ക് എന്നാലും ചില ആൾക്കാരെ നമുക്ക് ഉദ്ദേശിച്ച ലെവലിൽ കിട്ടിയില്ലെങ്കിലും പരമാവധി ആയിട്ട് ഉപയോഗപ്പെടുത്താൻ നോക്കുന്നുണ്ട്. കാര്യങ്ങൾ എഴുതുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഓരോ ആൾക്കാരെ വെച്ച് പാത്തുവിനെ വെച്ചായാലും വിൻ്റെതായാലും സെലീനാൻ്റെ ആയാലും ഇപ്പോൾ വല്ലിപ്പാൻ്റെ ആയാലും ഇപ്പോൾ ഏത് ആൾക്കാരായാലും എഴുതുന്ന സമയത്ത് ആ ആളൊരു ഫേസും അയാളെ കാട്ടിക്കൂട്ടിൽ നമ്മൾ ചെയ്യുന്ന രീതി നമുക്ക് മനസ്സിലുണ്ടാവും. അപ്പോൾ ഈ ആൾക്കാർ നമുക്ക് എങ്ങനെയാലും ഉറപ്പാണ് പൂർണ്ണമായിട്ട് കിട്ടുമെന്ന് പറയാം. ബാക്കിയുള്ള ആൾക്കാർ നമുക്ക് പറഞ്ഞില്ല, ചില ആൾക്കാർ നമുക്ക് കിട്ടുന്നുണ്ട്, ചിലത് കിട്ടൂല. പിന്നെ ഏറ്റവും ഇത് ഞങ്ങളിതിൽ ഏറ്റവും കൂടുതൽ നന്നായിട്ട് അഭിനയിക്കുന്ന ഒരാളുണ്ട്, വിനി ടീച്ചർ. ഒരു അമ്മായിമായിട്ട് അഭിനയിക്കുന്ന തടിയില്ലാത്തൊരു കുട്ടി, ഭയങ്കര അടിപൊളിയാണ്. നമ്മൾ ഉദ്ദേശത്തിനപ്പുറമാണ് ആള്. അതിപ്പോ ഇപ്പൊ ജിജോ എന്താ ടീച്ചർ ചേച്ചിന്റെ പേര് ചെറുള്ള ചേച്ചി, അതുപോലെ ശ്വേത, ഇവരൊക്കെ ആർട്ടിസ്റ്റ് നല്ല ജിജിയാണ്, ജിജി ചേച്ചിയാണ് എല്ലാരും. ശ്വേത ഈ പുറത്തുനിന്ന് ആൾക്കാർ നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് പറയാറുണ്ടോ നമ്മളെയും കൂടി ഒന്ന് ആഡ് ചെയ്യണം നമുക്ക്? ഇപ്പൊ പൊതുവെ നിങ്ങൾ ആൾക്കാരെ കൂട്ടി തുടങ്ങി അതുകൊണ്ടാണോ? അങ്ങനെ ഒന്നാമത് ചില ഏതറിയോ, എനിക്ക് ഒന്ന് അടുത്തുള്ള ആൾക്കാർ വേണം. പിന്നെ നമുക്ക് ഓരോ കണ്ടന്റ് ഇപ്പോൾ ചെയ്യുന്ന അനുസരിച്ച് എന്നും പാത്തു ശുക്ർ മാത്രം പോരാ. അതിൽ ഭംഗി കൂട്ടണമെങ്കിൽ പുറത്തുനിന്ന് ആർട്ടിസ്റ്റുകൾ വേണം. ഇപ്പോൾ സിനിമയിൽ നടനും അവൻ്റെ ഹീറോയെ മാത്രം പോരല്ലോ, ആൾക്കാരും കൂടുമ്പോൾ ആ സിനിമക്ക് ഭംഗി കൊണ്ട് പോലെ. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇതേപോലെ ഈ സംഭവത്തിലുള്ളത്. ഏതിനും ഭംഗി കിട്ടണമെങ്കിൽ ആൾക്കാർ കുറച്ചതിൽ വേണം, വ്യത്യസ്ത ക്യാരക്ടർ വേണം. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ എഴുത്തുകൾ അങ്ങനെ ചെയ്യും. പിന്നെ എഴുതി വെച്ചതിന് ശേഷം പിന്നെ കൈകാര്യം മൊത്തം ചെയ്യൽ നാസ്ത്രാണ്. കാരണം അഭിനയിക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും ക്ഷമ കുറവാണ്. ഈ ഡയറക്ഷൻ എന്ന സംഭവത്തിന് ക്ഷമ വേണം, നല്ലതാണ്. അപ്പോൾ ആ കാര്യങ്ങൾ കൂടുതൽ ചെയ്യൽ ഇവന്തിനാണ്. ചിലപ്പോൾ മൊത്തത്തിൽ ആ ഈ ഫ്രെയിം പറഞ്ഞാൽ മൊത്തം നാസ്ത്രാണ് ചെയ്യല്. എനിക്ക് മനസ്സിലായി വന്നവിടെ ക്യാമറ സെറ്റ് ചെയ്യുന്ന സമയത്ത് ആൾക്കത് ഇഷ്ടമുണ്ടെന്ന് മനസ്സിലായി. ഞാൻ ഒബ്സർവ് ചെയ്തായിരുന്നു. ഈ സ്കൂളിൽ ഇപ്പൊ പോകുന്ന സമയത്ത് കലോത്സവ പരിപാടി ഉണ്ടല്ലോ, ഇപ്പൊ നമുക്ക് പണ്ട് അഭിനയിക്കാൻ ആഗ്രഹം ഉണ്ടാവും, പക്ഷെ അങ്ങനെ സ്റ്റേജ് കാര്യം കിട്ടിയില്ല. നിങ്ങളുടെ ചൈൽഡ്ഹുഡിലെ കാര്യം പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ ഫ്രണ്ട് ബെഞ്ചസ് അല്ല ബാക്ക് ബെഞ്ചസിലെ കുട്ടികളെയും നിങ്ങൾ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാൻ ട്രൈ നടത്താറുണ്ടോ ഒരു മാഷ് എന്ന നിലയില്? ഉണ്ട്. എങ്ങനെ സ്കൂളിലൊക്കെ എങ്ങനെയാ ഈ കലാപരമായി? സ്കൂളില് മീഡിയാസ് ഒക്കെ ഞാൻ കൈകാര്യം ചെയ്യല്. ഇപ്പൊ റീലാണല്ലോ, ഒരു പരിപാടി അവിടെ കാര്യമായിട്ടൊന്നും നടന്നില്ലെങ്കിലും അത് ആ റീലെടുത്ത് പുറത്തേക്ക് കണ്ടു കഴിഞ്ഞാൽ അത് കാണുന്നവർക്ക് വലിയ പ്രോഗ്രാം ആവും. അതൊരു 2 മണിക്കൂറിന്റെ പ്രോഗ്രാം ഒരു 3 മിനിറ്റ് കൊണ്ടാക്കുക. അപ്പോൾ സ്കൂളിലെ കുഴപ്പമില്ല, ഈ കാര്യങ്ങളൊക്കെ ചെയ്യലുണ്ട്.
പിന്നെ തന്നെ മെയിൻ ടീച്ചിങ് താല്പര്യമുണ്ട്. അതെ, ആദ്യം മുതലേ സംസാരിക്കാൻ താല്പര്യമുള്ളതുകൊണ്ട് ടീച്ചിങ്ങിൽ അങ്ങനെ ഉണ്ട് കൂടി ഇഷ്ടമാണ്. ഞാൻ ഇടയ്ക്ക് വിചാരിക്കും പണ്ട് സ്കൂളില് നമുക്കൊരു ഫോൺ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ ഒരു വീഡിയോ എടുക്കാനോ പറ്റില്ല. ഇപ്പൊ കുട്ടികള് സാറുമാരൊക്കെ റീൽസ് കോണ്ടന്റ് ഒക്കെ ഇടുമ്പോ ഞാൻ ഒരു ഷോ ആ സമയത്തൊക്കെ ആയാൽ മതി. സാർമാരായാലും സ്റ്റുഡൻസ് ഭയങ്കര ടൂറൊക്കെ പോകുമ്പോഴേ കുട്ടികൾ പറയല സാറേ റീൽ എടുക്കല്ലേ, ഡാൻസ് കളിക്കല്ലേ.